നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കുവൈത്തിലെ മലയാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചെന്ന റിപ്പോർട്ട്. ഇതിൽ 25 പേർ മലയാളികളാണെന്നാണ് സൂചന. 41 പേരുടെ മരണമാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ 10 പേർ മലയാളികളാണ്. പരിക്കേറ്റ 50-ലധികം പേരിൽ 30ഓളം പേർ മലയാളികളാണ്. കൊല്ലം ശൂരനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ 30, കാസർഗോഡ് ചെങ്കള കുണ്ടടുക്ക ഹൗസിലെ K രഞ്ജിത്ത് 34, കാസർഗോഡ് പീലിക്കോട് എരവിൽ സ്വദേശി കേളു പൊന്മലേരി 58, കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിനു സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിൻ്റെ മകൻ സ്റ്റെഫിൻ എബ്രാഹാം 29, പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം ശോഭാനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനാകുമാരിയുടെ മകൻ ആകാശ് ശശിധരൻ നായർ 31, കൊല്ലം പുനലൂർ നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ ജോർജ് 29, പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ ചന്നശ്ശേരിയിൽ സാജു വർഗീസ് 56, വള്ളിക്കോട് വാഴമുട്ടം പുളിക്കുന്നതിൽ വടക്കേതിൽ PV മുരളീധരൻ 68, കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് സാബു 48, തിരുവല്ല മപ്രാച്ചിറയിൽ കുടുംബാംഗം തോമസ് ഉമ്മൻ 37 എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഇന്നലെ പുലർച്ചെ 4:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരൻ്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് തീ പടർന്നു പിടിച്ചത്. 20 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന് വ്യാപ്തി കൂട്ടി. രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടി നട്ടെല്ലിന് പരിക്ക് പറ്റിയ നിരവധി പേർ ചികിത്സയിലാണ്. പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാകാത്ത നിലയിലാണുള്ളതെന്നാണ് റിപ്പോർട്ട്. കുവൈത്തിലുണ്ടായ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. കുവൈത്തിൽ ഇന്ത്യൻ എംബസി എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും മോദി എക്സിൽ കുറിച്ചു. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിലെത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം അറിയിക്കുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ എക്സിൽ കുറിച്ചു. എംബസി എല്ലാ സഹായവും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുവൈത്ത് തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. കുവൈത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അപകടത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങളെ രമേശ് ചെന്നിത്തല അനുശോചനം അറിയിച്ചു. ജീവസന്ധാരണത്തിന് നാടുവിടേണ്ടി വന്ന ഹതഭാഗ്യരാണ് അപകടത്തിനിരയായതെന്ന വസ്തുത ഏറെ വേദനിപ്പിക്കുന്നുവെന്നും മരിച്ചവരോടുള്ള ആദരസൂചകമായി ലോക കേരള സഭ മാറ്റിവെക്കണമെന്നും ചെന്നിത്തല സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്ന് നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി. ഇന്ന് നടക്കാനിരുന്ന സെമിനാറും മാറ്റിവെച്ചു. 14-15 തീയതികളിൽ ലോക കേരള സഭാ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കുവൈത്ത് ദുരന്തത്തെ തുടർന്ന് ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ലോക കേരള സഭയിൽ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം 351 അംഗങ്ങൾ കേരള സഭയിൽ പങ്കെടുക്കും. പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും സാധ്യമാക്കുക, നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ലോക കേരള സഭയ്ക്കുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കളെ പോലീസിൽ വെച്ചുപൊറിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും നല്ല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും എന്നാൽ ആരു വിളിച്ചാലും എവിടെയും പോകുന്ന ചിലരുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പോലീസിൻ്റെ പ്രവർത്തനം പല തരത്തിൽ വിലയിരുത്തുമെന്നും പോലീസ് സേനയിലെ വളരെ ചുരുക്കം ചിലരാണ് തെറ്റായ പ്രവണത കാണിക്കുന്നതെന്നും 8 വർഷത്തിനിടെ 108 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ബാർ ഉടമകളുടെ കയ്യിൽ നിന്നുള്ള പണപ്പിരിവിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരത്തെ തന്നെ അറിവ് ലഭിച്ചെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. ഏപ്രിൽ മാസത്തിലാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ പണപ്പിരിവിനെ കുറിച്ച് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചത്. എക്സൈസ് വിജിലൻസ് പരാതി കൈമാറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീടൊന്നും ഈ വിഷയത്തിൽ ചെയ്തില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി കൈമാറിയെങ്കിലും എക്സൈസ് വിജിലൻസ് അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ല. അന്വേഷണം തുടങ്ങിയത് ശബ്ദരേഖ പുറത്തു വന്ന ശേഷം മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ഏറ്റെടുത്ത് കൈമാറാത്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വൈകുന്നത് സർക്കാരിൻ്റെ കഴിവുകേടാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. എന്നാൽ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം സമവായത്തിലൂടെ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. മുഖ്യമന്ത്രി കെ നായനാരുടെ വസതിയിലെത്തി ശാരദ ടീച്ചറെ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി തന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ആദ്യമേ പുരപ്പുറം തൂക്കാൻ പറ്റുമോ എന്നും നിലവിൽ പ്ലാനുകൾ ഒന്നുമില്ലെന്നും വകുപ്പ് പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം പഠിക്കും, ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് ചെയ്യുമെന്നും പറഞ്ഞ സുരേഷ് ഗോപി മന്ത്രി ആവാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്നും MP പ്രവർത്തനത്തിനും സിനിമയ്ക്കുമാണ് മുൻഗണനയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. NDAയിൽ മന്ത്രിസ്ഥാനം ലഭിച്ച JDS LDFിലും തുടരുന്നതിൽ CPM കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് MK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. CPMൻ്റെ മതേതരത്വ നിലപാടിനെതിരെ പോലും ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഇതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. RSP ഫണ്ട് LDF വിട്ടതും വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ ജനതാദൾ LDF വിട്ടതുമായി അതേ സാഹചര്യമാണ് RJDക്ക് ഉണ്ടായിരിക്കുന്നതെന്നും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ RJD തിരിച്ചുവരാൻ തയ്യാറാണെങ്കിൽ UDF കൂടിയാലോചിച്ച് നിലപാട് സ്വീകരിക്കുമെന്നും MK പ്രേമചന്ദ്രൻ പറഞ്ഞു. യിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന് MV ജയരാജന് മറുപടി നൽകി ഇടത് സൈബർ പേജുകളിലൊന്നായ പോരാളി ഷാജി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.